പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. നിന്ന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുടെ ഒരു അനുഭവമാണ്, അല്ലേ? പക്ഷേ നമ്മൾ തിരുവചനത്തിൽ നോക്കുമ്പോൾ അനേക സഹോദരിമാർ നിന്ന അനുഭവിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവർ നിന്നയൊക്കെ അനുഭവിച്ചെങ്കിലും പിന്നത്തേതിൽ ഇവിടെ ജീവിതത്തെ എന്ത് ചെയ്യുക, അനുഗ്രഹമായി മാറി. അപ്പോൾ ഇന്നത്തെ നിന്ന നാളത്തെ നിങ്ങളുടെ എന്ത് ചെയ്യുക, അനുഗ്രഹമായി മാറും. പക്ഷെ നിന്ന സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടായ കാര്യമാണ്. അമ്മേ എങ്ങനെ അല്ലെങ്കിൽ എന്നൊരു ചോദ്യമായിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് നിന്ന സഹിച്ച പക്ഷേ പിന്നത്തേതിൽ ജീവിതത്തിൽ അനുഗ്രഹം നേടിയെടുത്ത ഒരു സഹോദരിയെക്കുറിച്ച് നമുക്കിന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം നാം നോക്കുകയാണെങ്കിലും മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ ലൂക്കോസിൻ്റെ സുവിശേഷമൊക്കെ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ആദ്യത്തെ നിന്ന സഹിച്ച സ്ത്രീ എന്ന് പറയുന്നത് മറിയാണ്. അതായത് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ വഹിക്കുവാൻ, ഉദരത്തിൽ വഹിക്കുവാൻ എന്ത് ചെയ്യുക, അവസരം ലഭിച്ച ആളാണ് എന്ത് ചെയ്യുക, മറിയ. നമുക്ക് മറിയെക്കുറിച്ച് വായിക്കുവാൻ കഴിയുന്നതിന് കാരണം മറിയോട് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുക, ഒരു മകനെ പ്രസവിക്കും, അത് അവൻ തന്നെ ജനത്തെ രക്ഷിപ്പാൻ പാപങ്ങൾ അവന് എന്ത് ചെയ്യുക, യേശു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാം കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന്. അപ്പോൾ കന്യകയാണ്, വിവാഹം കഴിക്കാത്തവളാണ്, പുരുഷൻ എന്ത് ചെയ്യുക, തൊടാത്തവളാണ്, നിർമ്മലയാണ്, കന്യകയാണ്. പക്ഷേ എന്ത് ചെയ്യുക, അവളൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് പിന്നത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോസഫ് അവളെ ഉപേക്ഷിക്കുവാൻ തയ്യാറായി. അപ്പോൾ നിന്നയുടെ ആദ്യത്തെ പടി എന്ത് ചെയ്തു, തള്ളപ്പെടലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ നമുക്കറിയാം യോസഫുമായിട്ട് വിവാഹം നിശ്ചയിക്കപ്പെട്ടവളാണ്. യഹൂദന്മാർക്കൊരു കാര്യമുണ്ട്. യഹൂദന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുമ്പോൾ ചരിത്രങ്ങൾ കേട്ടിരിക്കാൻ, യഹൂദന്മാരുടെ അവരുടെ നിയമം അനുസരിച്ച് അവർ വിവാഹം നിശ്ചയിക്കുമ്പോൾ അവർ തൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടവർക്ക് ഒരു മോതിരം കൊണ്ട് കൊടുക്കും. ഈ മോതിരം എന്ന് പറയുമ്പോൾ വിവാഹത്തിൻ്റെ അവളെ കാണാൻ വരുന്ന സമയത്ത് അവൾക്ക് മോതിരം കൊടുക്കുക. അവൾക്ക് വിവാഹം നിശ്ചയിച്ച് എന്ത് ചെയ്യും, വിവാഹം കഴിക്കുന്ന സമയമാകുമ്പോൾ ഈ മോതിരം അതേപോലെ ഭംഗിയോടെ സൂക്ഷിച്ചാൽ മാത്രമേ അതിൻ്റേതായ ഇതോടെ വൃത്തിയോടെ സൂക്ഷിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ യഹൂദന്മാരുടെ എന്ത് ചെയ്യുക, വിവാഹം കഴിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ വരുമ്പോൾ എത്ര ആണോ കൊടുത്തിരുന്നത്, എങ്ങനെയാണോ അവർ കൊടുത്തിരുന്നത് അതുപോലെ സൂക്ഷിച്ചാൽ മാത്രമേ അവർ വിവാഹം കഴിക്കത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് കന്യകയാണ്, ശുദ്ധിയുള്ളവളെ, വൃത്തിയുള്ളവളെയാണ്, വിശ്വസ്തയായ ഒരാളെയാണ് എന്ത് ചെയ്യുക ഈ യഹൂദന്മാർ ആഗ്രഹിക്കുന്നത്. ഇവിടെ യോസഫിനോട് ദൂതൻ വന്ന് പറയുന്നത് കാണുവാൻ, നിൻ്റെ ഭാര്യയെ നീ ശങ്കിക്കേണ്ട, എന്ത് ചെയ്യുക, നീ ചേർത്ത് വിടുകയും ശങ്കിക്കേണ്ട എന്ന് പറയുക. അപ്പോൾ നമുക്കതിന് ശേഷം മറിയ അല്ലേലൂയ വളരെ വലിയൊരു വേദനയുടെ കടന്നു പോകാനുള്ള നിന്ന, പരിഹാസം, ദൂഷികൾ എന്താണ് അവൾക്ക് സഹിക്കാൻ പോകുന്നത് ചോദിച്ചാൽ, അല്ലെ കന്യക ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ അവളുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ കടന്നു വരുവാൻ പോകുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ദാവീദിൻ ഗ്രഹത്തിലുള്ള യോസഫ് എന്ന പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ വന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. അപ്പം അവൾക്ക് ആദ്യം അവിടെ നിന്നയുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് അവൾക്ക് കടന്നു വരികയാണ്. എന്ത് ചെയ്യുക, കൃപ ലഭിച്ചവളാണ് നീ എന്ത് ചെയ്തത്, ദൈവത്തിന് കൃപ ലഭിച്ചു. പക്ഷേ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് ദൂതൻ പറഞ്ഞിട്ട് ഹല്ലേലൂയ, കർത്താവ് നിന്നോട് കൂടെ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ദൈവം നിന്നോട് കൂടെ എന്ത് ചെയ്യുക ഉണ്ട്. അതിനുശേഷം നമുക്കറിയാൻ കാണുവാൻ കഴിയുന്നുണ്ട്, നീ ഒരു എന്ത് ചെയ്യുക, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഇപ്പോൾ കൃപ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തെയും അതിജീവിക്കുവാൻ
ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെയുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നോട് കൂടെയുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ ഒരു മകനെ ഗർഭം ധരിച്ച് പ്രസവിക്കും, അവനൊരു പേരിടണം. അപ്പോൾ അവൾക്ക് പറയാം, അവൻ വലിയവനാകും, അത്യുന്നത പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവനെ എന്നേക്കും രാജാവായിരിക്കും, അവൻ അവസാനം എന്നൊക്കെ പറയുകയാണ്. മകനെക്കുറിച്ചുള്ള എന്ത് ചെയ്യുക, ദൂതുകൾ, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾ, പ്രവചനങ്ങൾ ഈ ഗബ്രിയേൽ ദൂതൻ മറിയെ കൊടുക്കുമ്പോഴും മറിയെ ചോദിക്കുന്നതിന്, ഞാൻ പുരുഷനെ അറിയായിക്കാൻ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ പറയുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന പരിശുദ്ധ ദൈവപുത്രനെ വിളിക്കും. അപ്പം നോക്കുക, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അപ്പോൾ ഒരുവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യുക? ആമേൻ, സ്തോത്രം. ദൈവം ചിലരെ ഏൽപ്പിക്കും, അത് മറ്റുള്ളവർ എന്ത് ചെയ്യുക? ഒരുപക്ഷെ മറ്റുള്ളവർ നിന്നെ നിന്ദിക്കും, മറ്റുള്ളവർ നിന്നെ ദുഃഖിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, അത്യുന്നത ശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങളിലൂടെ ഒരു തലമുറ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ജനിപ്പിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ ആഹാരം കൊടുത്തതോ അല്ല, പക്ഷേ നിങ്ങളുടെ ആത്മീക സന്തതികളെ പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ അതിൻ്റെ പുറകിൽ നിങ്ങൾ അനേക വിലകൾ കൊടുക്കേണ്ടി വരും, അനേക വേദനകൾ നിങ്ങൾ സഹിക്കേണ്ടി വരും, നിന്ദകളും പരിഹാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ മേലുണ്ട്. നമുക്കറിയാം, നിന്ന ഹല്ലേലൂയ, അവസാനം നമുക്ക് കാണും, മറിയ തൻ്റെ ആ കുഞ്ഞിനെ വഹിച്ചു ഹല്ലേലൂയ, അതിനെ പ്രസവിച്ചു. അപ്പം എന്ത് ചെയ്യുക, പലവിധമാകും നിന്ദകളോട് ഒരു കന്യകയായൊരു സ്ത്രീയാണ്. പക്ഷെ ആ സ്ത്രീയെ എന്ത് ചെയ്തു, അവൾ ഗർഭിണിയായി. ഒന്നാലോചിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ സംഭവിച്ചാൽ ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും? നിന്ദകൾ സഹിക്കും. പക്ഷെ ഇവളങ്ങനെ ആത്മാവിലാണ് ക്രിസ്തുവിനെ അല്ലെങ്കിൽ ഉദരത്തിൽ വഹിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അവളുടെ അകത്ത് ഒരു ജീവൻ തുടിപ്പ് പുറപ്പെട്ടു വന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിൽ നാമം കടന്നു വരുമ്പോൾ, നാമം ആത്മാവിൽ നിറയുമ്പോൾ, നാമം സങ്കീർത്തനങ്ങളാലും ദൈവത്തിൻ്റെ ഗീതങ്ങളാലും നാം നിറയപ്പെടുമ്പോൾ നമ്മിൽ നിന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കും. അതിലൂടെ ചെയ്തെടുക്കുമ്പോൾ അനേക ദൈവ മക്കളെ അല്ലെങ്കിൽ പുതിയ തലമുറ, അബ്രഹാമിൻ്റെ സന്തതികളാണ്. അബ്രഹാമിലൂടെ ദൈവം, അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസ പിതാവായ അബ്രഹാമിൽ നിന്ന് വാഗ്ദത്ത സന്തതിയായ ക്രിസ്തുവിലൂടെ നമ്മെ ദൈവം പുറത്തു. അതുപോലെ നമ്മയും എന്ത് ചെയ്യുക, ഹല്ലേലൂയ, നമ്മളിലൂടെ നമ്മൾ യേശുവിൻ്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. ഇവിടെ നമുക്ക് അറിയാം, നിൻ്റെ ഹിതം പോലെ എനിക്ക് സംഭവിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. നിന്ന് എന്ത് ചെയ്യുക, ഏറ്റെടുത്തു. അവൾക്ക് സഹിക്കുവാൻ നമ്മൾ താല്പര്യപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നിന്ദകൾ നിങ്ങളെ നശിപ്പിച്ച് കളയുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരും. നിന്ദകൾ അപമാനങ്ങളായി നിന്ദിക്കപ്പെട്ട ദൈവം നിങ്ങളെ മാനിക്കുവാനിടയാകും. പക്ഷെ കർത്താവിനാലാണ്, ദൈവനാമ നിമിത്തമാണ് നിങ്ങൾ നിന്ദിക്കപ്പെട്ടതെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിങ്ങളെ ഹല്ലേലൂയ. നമുക്കറിയാം, മറിയ ഭാഗ്യവതി എന്ന് പിന്നത്തെ പറയുവാനിടയാണ്. അപ്പോൾ നമുക്ക് തിരുവചനം നോക്കുവാണ്, അനേക സഹോദരിമാർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് നമുക്ക് കാണുവാനുണ്ട്. പക്ഷെ പിന്നത്തതൊക്കെ അവർ എവിടെയൊക്കെ തിരുവചനം പറയുന്നുണ്ടോ അവിടെയൊക്കെയും അല്ലെങ്കിൽ അവരുടെ പേരും ഹല്ലേലൂയ പറയുവാനിടയാണ്. അപ്പോൾ കർത്താവിന് വേണ്ടി നിന്ദ സഹിക്കുന്നവരെ, കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ലജ്ജിക്കപ്പെടുന്നവരെ, കുടുംബത്തിലാണെങ്കിലും ഹല്ലേലൂയ സ്വന്തം ബന്ധങ്ങളുടെ ഇടവിലായാലും സഹോദരങ്ങളുടെ നടുവിലായാലും, നിങ്ങൾ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും, നിങ്ങളായിരിക്കുന്നിടത്തൊക്കെയും ഹല്ലേലൂയ വിശ്വാസ നിമിത്തം, ദൈവവചന നിമിത്തം, കർത്താവ് നിമിത്തം നിന്ദിക്കപ്പെടുന്ന ആരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ പാതപടി ആയിരിക്കുക. കർത്താവ് വലിയ ചെയ്യും. യേശു ക്രിസ്തു നിമിത്തം നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.